ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി അവരെ കൊണ്ട് സാധിക്കില്ല. ഒരു കാര്യം തീരുമാനിക്കുക, അത് അല്ലാഹുവിനായ തവക്കുൽ ചെയ്തിട്ട് ഒരു കാര്യം തീരുമാനിക്കുക, പിന്നെ അതിന് മുൻപ് വിചാരം നടത്തുന്നത്. ആ തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കണം. നിൽക്കാതിരുന്നാൽ ഒരു ലക്ഷ്യത്തിലേക്കും അവർക്ക് പിന്നെ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കൂല. ബഹുമാനപ്പെട്ട ശൈഖുനെ സംബന്ധിച്ച് ഇന്നലെ രാത്രി മജീദ് ഉസ്താദും അമീൻ എന്നോട് പറഞ്ഞൊരു സംഗതി. ഉസ്താദിന്റെ അവസ്ഥ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മൂപ്പർ മാറ്റാൻ കൊണ്ട് കഴിക്കില്ല. അവിടെ ഉറച്ചു നിൽക്കും. ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ചിലര് പറയും അത് പിടിവാശിയാണ്, അന്യതാര് പറഞ്ഞ് അത് പിടിവാശിയൊന്നും അല്ല, അത് അല്ലാഹു തആല തീരുമാനിച്ചു കൊടുത്തിരിക്കുക. ആ കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കും. എനിക്കും നിങ്ങൾക്കും ഇല്ലാത്തൊരു സ്വഭാവമാണ്. ഒരു കാര്യം അത് വേണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വേണോ അത് ചിന്തിക്കരുത്. അവിടെ ഉറച്ചു നിന്നിട്ട് ആ കാര്യം അതുപോലെ ചെയ്യുക. രണ്ടാമത്തെ എന്താ? എല്ലാം സംശയം. ആരെ കണ്ടാലും സംശയം. എന്തൊരു കാര്യം കഴിയുമ്പോൾ സംശയം. ഒന്നിന്റെ ഫലാഹയ്ക്ക് വിജയം ഉണ്ടാവില്ല. കാണുന്നതിനൊക്കെ സംശയിക്കുക. അങ്ങനെ ജീവിതത്തെ തന്നെ സ്വന്തം ജീവിതത്തെ പോലെ സംശയിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പൊ ഈ കണ്ടമാനം എന്തിലും ഒറ്റത്തരം സംശയിക്കുന്ന ആളുകളുണ്ടാവും. എനിക്ക് പിന്നെ വിജയമില്ല. തങ്ങൾക്ക് ചെയ്തു കൊടുത്ത രണ്ടാമത്തെ മൂന്നാമത്തത് അവന്റെ ജീവിതത്തിന്റെ സമയങ്ങൾ, ആ സമയങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. സമയം പോയിക്കൊണ്ടിരിക്കുന്നു. ആ ചിന്ത വരാറില്ല. എന്റെ ജീവിതത്തിലെ വിലപ്പെട്ട സമയമാണ് ഈ കഴിയുന്നത്. ആ സമയം ഇനി എനിക്ക് തിരിച്ചു കിട്ടൂല. എന്റെ ജീവിതത്തിലെ സമയം അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ചിന്ത ഒരിക്കലില്ലെങ്കിൽ അവന്റെ സമയം മുഴുവനും ഒന്നിനും സാധിക്കാതെ നിനക്ക് അതങ്ങ് ചുരുങ്ങി പോയിക്കൊണ്ടിരിക്കും. സമയത്തിന്റെ വില അത് മനുഷ്യൻ മനസ്സിലാക്കണം. മൂന്ന് കാര്യത്തിൽ മൂന്നാമത്തേത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു വിലയും നിലയും ഇല്ലാത്ത, ഞങ്ങളെ നേരത്തെ ജിയാറത്തിന് പോകുന്ന 10 മണിക്കാണ് ഞങ്ങൾ ജിയാറത്ത് നിശ്ചയിച്ചത്. 10 മണി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 11 മണിയാണ്. ആ ഒരു മണിക്കൂറിന് ഒരു നിലയും വിലയും നമുക്കില്ല. എല്ലാവരുടെയും അവസ്ഥ ഞാനതിൽ നിന്ന് ഒഴിവാകുന്നതെന്ന് മനസ്സിലാക്കണം. 10 മണി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 11 മണി. ആ ഒരു മണിക്കൂറിന് ചിലർക്ക് 12 മണി, 13 മണി, 14 മണി അത് കിട്ടൂല. മറിച്ച് ഒരു സെക്കൻഡ് അത് ജീവിതത്തിൽ നഷ്ടപ്പെട്ടാൽ ആ നഷ്ടം തന്നെ. നാളെ രാവിലെ 10 മണിക്ക് ഞാൻ വരുമെന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ നമ്മുടെ മഹാൻ ഞാൻ ഓർമ്മിക്കുന്ന ഒരു സംഗതി, ബഹുമാനപ്പെട്ടവരുടെ മക്കാമും ഇവിടെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട മജീദ് ഉസ്താദ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പലതും വേണം. അപ്പൊ തുടങ്ങിയത് എല്ലാവരും പറഞ്ഞതുപോലെ അവിടെ ഞാൻ ഓർമ്മിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്വീകരണം കൊടുത്ത മൊയ്തീനാണ് താങ്കൾ. അദ്ദേഹത്തിന്റെ നാട്ടിലെ 991 ഞാൻ ജോലി. അവിടെ ഒരു മക്കാമ് ബദരീകളുടെ കൂട്ടത്തിൽപ്പെട്ട മഹാന്മാരാണ്. ഇവിടെ കിടക്കുന്ന 3 പേര് ഇന്ന് ബഹുമാനപ്പെട്ട കക്കടിപ്പുറം പറഞ്ഞതായിട്ട് കേൾക്കുന്നു. ബഹുമാനപ്പെട്ടവര് 15 കൊല്ലം ദിവസം നടത്തിയ സ്ഥലം. ആ മക്കാമ് പൊളിഞ്ഞ് വീഴാറായിരുന്നു. മദ്രസയാണെങ്കിൽ അതും പൊളിഞ്ഞ് വീഴാറായി. സാധുക്കളായ നാട്ടുകാരെ വഴിയൊന്നുമില്ല. അവരോട് ഞങ്ങളൊക്കെ തീരുമാനിച്ചു, ഈ മക്കാമ് പുതുക്കിപ്പണിയണം, മദ്രസ പുതുക്കിപ്പണിയണം, പള്ളിയുടെ അറ്റകുറ്റപ്പണിയണം. അങ്ങനെ തുടങ്ങി വലിയ ഒരു സംഖ്യയുടെ പ്രവർത്തനം. അവര് പറഞ്ഞു ഇതൊക്കെ നടക്കൂലാണ്, ഇങ്ങനെ ആലോചിക്കേണ്ട വഴിയുണ്ട്. ഞാൻ വലപത്ത് കൊണ്ട് പറയല്ല, ഒക്കെ പറയാണ്. മക്കാമിനെ കുറ്റിയടിക്കണം, അതിന് ആശാനെ കൂട്ടാൻ വേണ്ടി 500 രൂപ ഞാൻ ആദ്യം തീരുമാനിച്ച് കടം വാങ്ങിയിട്ട് ചെയ്യിക്കുകയാണ്.
500 രൂപ ഫണ്ടില്ല. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞില്ല, എനിക്ക് പൈസ തരണ്ട, ഞാൻ തന്നെ കുറ്റിയടിച്ചു. അങ്ങനെ അൽഹംദുലില്ലാഹ് ഞാൻ തന്നെ കുറ്റിയടിച്ചിട്ട് അന്നത്തെ രാത്രി ഞാൻ ഒമ്പത്ത് പോയി. അന്ന് രാത്രി തന്നെ മലയാളം വഴിയാണ് ഞാൻ ഒമ്പത്ത് പോയി. അല്ലാഹുവിന്റെ മഹത്വ ഫദ്ലുകൊണ്ട് എവിടുന്നാണ് ആ നാട്ടുകാർക്ക് പൈസ കിട്ടിയത് എന്നും അറിയില്ല. ആ മക്കാമിന്റെ പണിയും പൂർത്തിയാക്കി, മദ്രസയുടെ പണിയും പൂർത്തിയാക്കി, പള്ളിയുടെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി